ആയിക്കോട്ടെ. അല്ല, നമ്മൾ സർവേ അവസാന വാക്കല്ലല്ലോ എപ്പോഴും. അത് കഴിഞ്ഞും രാഷ്ട്രീയം ഉരുത്തിരിയുന്നുണ്ട്. വി എസ് സുനിൽകുമാർ എന്ന സ്ഥാനാർത്ഥി വന്നത് അതിനുശേഷമാണ് എന്നുള്ളതും താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. അല്ല, താങ്കളുടെ വാദം ഞാൻ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെയും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നോക്കൂ, രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ കോൺഗ്രസിനെ നയിക്കുന്നയാൾ, സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, പ്രവർത്തക സമിതി അംഗം ശശി തരൂർ, പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവ് കൊടിക്കുന്നിൽ സുരേഷ്, കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ, മുൻ കെ പി സി പ്രസിഡന്റ് കെ മുരളീധരൻ. ഒരുപക്ഷെ കോൺഗ്രസിന് ഒരു സംസ്ഥാനത്ത് ഇത്രയും ശക്തമായ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് നൽകാനാകുമോ എന്നുള്ളത് പോലും സംശയമാണ്. അത്രയും കൃത്യവും ശക്തവുമായിട്ടുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളത് അഡ്വക്കേറ്റ് അനിൽകുമാർ താങ്കളെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? സി പി എമ്മിനെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? സി പി എമ്മിനൊരു ആശങ്കയില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ ഈ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മുങ്ങിയത് എന്ത് കാര്യത്തിനാണ്? അന്നത്തെ സംഭവവികാസങ്ങളൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കണോ? കെ സി വേണുഗോപാൽ അങ്ങനെ സ്വീകാരനായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിക്കാമായിരുന്നല്ലോ. അദ്ദേഹത്തെ ആരും ഒഴിപ്പിച്ചു വിട്ടതല്ലല്ലോ. അപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ട് ഓടിയതാണ്. അത് കഴിഞ്ഞ് രാജ്യസഭയിൽ വേറൊരു സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ആ സംസ്ഥാനം തന്നെ എന്തവസ്ഥയിലായി നമുക്കറിയാം. അദ്ദേഹത്തെ ഏൽപ്പിച്ച ഒരു സംസ്ഥാനം, അദ്ദേഹം രാജ്യസഭയിൽ കടന്നുകൂടിയ സംസ്ഥാനം രാജസ്ഥാൻ, അദ്ദേഹം ചെന്നിടത്ത് എന്തായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഉത്തരേന്ത്യയിൽ ആകെയുള്ളത് ഹിമാചൽ പ്രദേശാണ്. അതുകൂടി ഏതാണ്ട് ഒരു പരുവമാക്കിയിട്ടാണ് ഇവരെല്ലാം കൂടെ തെക്കോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഏതാണ്ട് വലിയ നിരയാണ്, ശക്തമാണ്. എന്താ വർക്കിംഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഈ വർക്കിംഗ് കമ്മിറ്റിയിലുള്ളവരൊക്കെ തന്നെയാണ് ബി ജെ പിയിലേക്ക് ചാടി പൊക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി, മറ്റേ എല്ലാ കമ്മിറ്റികളിലുള്ള മുൻ മുഖ്യമന്ത്രിമാർ, അങ്ങനെ ഇങ്ങനെ ഓരോ ദിവസം പൊക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ അത്ര വേഗത്തിൽ പോകാൻ പറ്റാത്തൊരു ഇടമാണ് കേരളം എന്നുള്ളതുകൊണ്ട് കേരളത്തിൽ അവർ അവസാന അഭയം തേടിയിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഇന്ന് ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ ഈ ജോഡോ യാത്രയുടെ സമാപനത്തിൽ ഇന്ത്യ മുന്നണിയുടെ എല്ലാ പാർട്ടികളും വരണം. ഞങ്ങൾ ആനി രാജയെ പറഞ്ഞു വിട്ടാനുള്ള അവസ്ഥ എന്താ? രാഹുൽ ഗാന്ധി എങ്കിലും വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറാകരുതായിരുന്നു. അത് തെറ്റാണ് ചെയ്തത്. നിങ്ങൾ ഇന്ത്യ മുന്നണിയെ പറയുകയും പരസ്പരം മത്സരിക്കാൻ പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഒറ്റ വായിൽ രണ്ട് വർത്താനം പറയണത്. ഇന്ത്യ മുന്നണിയുടെ എല്ലാവരും കൂടെ രാഹുൽ ഗാന്ധിയുടെ സമാപനത്തിന് വരണം. ആനി രാജ വിട്ടേക്കാം, അല്ല ഡി രാജ വരാം, വന്നിട്ട് എന്താ പറയേണ്ടത്? അപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ പാടില്ലായിരുന്നു. അത് ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് രാഹുൽ ഗാന്ധിയെപ്പോലൊരു ദേശീയ നേതാവ് മത്സരിക്കാൻ വരുന്നത് എന്ന് പറയുന്നത് അസ്വീകാര്യമാണ്. അത് തന്നെയാണ് അവരുടെ ഗതികേട്. എന്താ വയനാട്ടിനെക്കുറിച്ച് പറഞ്ഞത്? രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ ജയിക്കാൻ വേറെ സീറ്റില്ല, ലോകം മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണ്, പക്ഷേ പകലിറങ്ങി നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധി എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. കഴിഞ്ഞ തവണ ഇവരെല്ലാം കൂടെ ഒന്ന് കണ്ണുകെട്ടി നാട്ടുകാരെ പറ്റിച്ചു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും, ബി ജെ പിക്ക് കിട്ടുന്ന സീറ്റിനേക്കാൾ ഒരു സീറ്റെങ്കിലും കൂടുതൽ കിട്ടിയാലേ പറ്റൂ, ഇതൊക്കെ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ തവണ ഇവർ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ ജയിച്ചെങ്കിലും ഒരു എം പിയും പെർഫോം ചെയ്തിട്ടില്ല. കെ മുരളീധരനാവട്ടെ, പ്രതാപനാവട്ടെ, ഏത് എം പിയാണ് പെർഫോം ചെയ്തത്? പാർലമെൻറ്റിൽ പെർഫോം ചെയ്ത എം പിമാരുടെ പേര് പറയൂ. പ്രേമേന്ദ്രനോ? പ്രേമേന്ദ്രൻ പെർഫോം ചെയ്തത് മോദിയെ വാഴ്ത്തുന്നതിലാണ്, നിർമ്മല സീതാരാമനെ വാഴ്ത്തുന്നതിലാണ്. കേരളത്തിന് വേണ്ടി സംസാരിക്കാത്തവർ എന്തിനാണ് ഇനി പാർലമെൻറ്റിൽ അയക്കുന്നത്? ഇവർ ദേശീയ നേതാക്കളാണ്, വർക്കിംഗ് കമ്മിറ്റിയിലുണ്ട്. ഈ ഒരു വർക്കിംഗ് കമ്മിറ്റി അവിടെ പോയി വർക്ക് ചെയ്തില്ല. ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് എന്താ പറഞ്ഞു? ഞങ്ങൾ പോയി കിളക്കണമെന്ന്. എവിടെ? പാർലമെൻറ്റിൽ. കെ സുധാകരൻ ചോദിച്ചാണ്, ഞങ്ങൾ പോയി കിളക്കണോ? നിങ്ങൾ കിളക്കണ്ട, നിങ്ങൾ എന്നാ ചെയ്ത്? ഇന്ത്യ രാജ്യത്ത് മോദിയെ പതുക്കൂട്ടിലാക്കുന്ന എന്ത് കാര്യം നിങ്ങൾ പാർലമെൻറ്റ് ചെയ്തു? അവിടെ ഇവരുടെ എല്ലാം പാർലമെൻ്ററി പെർഫോമൻസ് ചോദ്യചിഹ്നമാണ്. രാഹുൽ ഗാന്ധിക്ക് 51% മേലെ ഹാജരില്ല. ചലഞ്ച് ചെയ്യാം നമുക്ക്. നമ്മൾ രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയോടുള്ള തർക്കമല്ല. കേരളത്തിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനെതിരാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് തെറ്റായ സന്ദേശം കൊടുക്കുന്നു. അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നയങ്ങളാണ് ജനങ്ങൾ നോക്കുന്നത്.